നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 5th സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 2 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്റ്റോഴ്സ് കൺട്രോൾ ആണ് ഇതിനു മുന്നേ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ സ്റ്റോഴ്സ് കീപ്പർ അല്ലെങ്കിൽ സ്റ്റോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോഴ്സ് കീപ്പർ അല്ലെങ്കിൽ സ്റ്റോഴ്സ് മാനേജർ അതിൻ്റെ ആ വ്യക്തിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ടോപ്പിക്കാണ് ഏത്, ഡ്യൂട്ടീസ് ഓഫ് സ്റ്റോഴ്സ് കീപ്പർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് സ്റ്റോഴ്സ് കീപ്പർ എന്നുള്ളത് നോക്കാം. After receiving the purchase material by the goods receiving department and inspected by the inspection department, the materials are sent to the store for safe custody till they are issued for production. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസ് മെറ്റീരിയൽസ് കിട്ടിയതിന് ശേഷം, അതുപോലെ അതായത് നമ്മൾ ഏത് മെറ്റീരിയൽസ് ആണോ വാങ്ങിയത് ആ മെറ്റീരിയൽസ് കിട്ടിയതിന് ശേഷം അത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, അത് ഇൻസ്പെക്ട് ചെയ്യും അല്ലെ. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കും. അങ്ങനെ സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കുന്ന എന്തിനാണ്, ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ നിന്നാണ് എങ്ങോട്ട് എത്തിക്കുന്നത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നത്. Store is a service department headed by storekeeper or store manager who is responsible for the proper upkeep of different items of materials. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയാം അല്ലേ. ഇതൊരു സർവീസ് അല്ലേ, കാരണം ഇത് പ്രൊഡക്ഷന് എത്തിക്കുന്നതിന് മുന്നേ ഇത് സൂക്ഷിച്ച് വെക്കുന്നതാണ് ആരുടെ ജോലി, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് ആ സാധനങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കുക, അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ആർക്കായിരിക്കും, സ്റ്റോഴ്സ് കീപ്പറിനായിരിക്കും. അപ്പം ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ചുമതല ആർക്കാണ്, സ്റ്റോഴ്സ് കീപ്പറിനാണ്. He has to find appropriate place for each component of material. അപ്പം നമ്മൾ ഈ പറയുന്ന റോ മെറ്റീരിയൽസ് പല ടൈപ്പ് റോ മെറ്റീരിയൽസ് ആണല്ലേ, പല ടൈപ്പ് ഗുഡ്സുകളായിരിക്കും ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഗുഡ്സും അതാത് ഓരോ സ്ഥാനത്ത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ള ജോലി ഈ ഒരു സ്റ്റോർ കീപ്പറിന് ആയിരിക്കും. അപ്പം ഓരോന്നിനും ഓരോ മെറ്റീരിയലിനും അപ്രോപ്രിയേറ്റ് ആയിട്ട് അനുയോജ്യമായിട്ടുള്ള സ്ഥലം എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ആരാണ്, സ്റ്റോഴ്സ് കീപ്പറാണ്. അങ്ങനെ ഓരോന്നിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഈ വ്യക്തി കണ്ടെത്തുകയും വേണം. ഇൻകമിങ് മെറ്റീരിയൽസ് ആർ ടു ബി വെരിഫൈഡ് വിത്ത് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോറിലോട്ട് വരുന്ന ആ ഒരു ഗുഡ്സ് എന്ത് വന്നാലും അത് അതുപോലെ എടുത്ത് വെക്കുകയല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ആ ഒരു നോട്ട് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് അല്ലെ, ഏതൊക്കെ ഗുഡ്സ് ആണ് വന്നതെന്നുള്ളതിൻ്റെ ഒരു നോട്ട് കിട്ടും. ഈ നോട്ട് വെച്ചിട്ട് അതിനെ ഫിസിക്കലി വെരിഫൈ ചെയ്യണം അല്ലെ, ഇന്ന ഗുഡ്സുകൾ തന്നെ ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിൻ്റെ എണ്ണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആർ മെയ്ഡ് ഫ്രം ദ സ്റ്റോർ ആസ് പെർ മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ്. നമ്മുടെ മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് പ്രകാരം തന്നെയാണോ ഇതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. The storekeeper has to maintain material records and to ensure that no component part of material is lost or damaged. He must be a man of honesty and integrity. ഇനി സ്റ്റോർസ് കീപ്പറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോർ കീപ്പർ കറക്റ്റായിട്ട് ഈ മെറ്റീരിയൽസ് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കണം. അതായത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതൊരു പ്രശ്നമാവാതിരിക്കാൻ കൃത്യമായിട്ട് എഴുതി വെക്കും. അപ്പം നമുക്കിതിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടോ എന്നും ഏതെങ്കിലും ഡാമേജ് ആയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റോർസ് കീപ്പർ ചുരുക്കി പറഞ്ഞാൽ നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, സത്യസന്ധനായിരിക്കണം. ഇത് സ്റ്റോറിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ മറിച്ച് വിൽക്കാനൊന്നും പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ജോലിയും സ്റ്റോർ കീപ്പറിൻ്റെയാണ്. അദ്ദേഹം എങ്ങനെയായിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, ഇന്റഗ്രിറ്റി ഉള്ളൊരു വ്യക്തി ആയിരിക്കണം. ഇനി പ്രധാനമായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യം ഇതാണ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സ്റ്റോർ കീപ്പർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റോർ കീപ്പർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറിന് ഉള്ള കടമകൾ എന്തൊക്കെയാണ്, അല്ലെ അയാളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാൽ അയാൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ സ്റ്റോർ കീപ്പറിന്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റിസീവ് ദ മെറ്റീരിയൽസ് ഇൻ ടു ദ സ്റ്റോർ ആഫ്റ്റർ പ്രോപ്പർ വെരിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ആൻഡ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്, റിസീവ് ദ മെറ്റീരിയൽ ഇൻ ടു ദ സ്റ്റോർ അല്ലെ, സ്റ്റോറിലേക്ക് മെറ്റീരിയൽ സ്വീകരിക്കുന്നത് എപ്പോൾ മാത്രമായിരിക്കണം, ആഫ്റ്റർ പ്രോപ്പർ വെരിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ആൻഡ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഗുഡ്സ് റിസീവ്ഡ് നോട്ടും അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും നന്നായി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ മെറ്റീരിയൽസ് സ്റ്റോറിലോട്ട് എടുക്കാൻ പാടുള്ളൂ.
രണ്ടാമതായിട്ട് അയാൾ ചെയ്യേണ്ട ഒരു കാര്യം, കാരണം എന്താണ്, ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് വരും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗുഡ്സ് റിസീവ്ഡ് നോട്ടും അതുപോലെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും നല്ല വൃത്തിയായിട്ട് നോക്കിയതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് ഒക്കെ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് പറയുന്നത് ക്ലാസിഫൈ ദ മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ദയർ സൈസ്, ഷേപ്പ്, ക്വാളിറ്റി, നേച്ചർ, ക്വാണ്ടിറ്റി എക്സെട്ര. നമ്മുടെ സ്റ്റോറിലോട്ട് വരുന്ന മെറ്റീരിയൽസ് അതുപോലെ എടുത്ത് വെക്കാതെ അതിനെ എന്ത് ചെയ്യുക, തരം തിരിക്കുക. എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? അതിൻ്റെ സൈസ്, ഷേപ്പ്, ക്വാളിറ്റി, നേച്ചർ, ക്വാണ്ടിറ്റി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, തിരിക്കുക. ഓക്കെ, അതിനുശേഷം അതായത് എല്ലാം ഒരേ ടൈപ്പ് മെറ്റീരിയൽ അല്ല വരുന്നത്, പല ടൈപ്പാണ്. അപ്പോൾ അതിനെയെല്ലാം വേർതിരിച്ച് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓരോ ഗുഡ്സ് എവിടെയാണെന്ന് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോർസ് കീപ്പറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഈ വരുന്ന ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക. അതും എന്തിൻ്റെയൊക്കെ ബേസിസിൽ? നേച്ചർ, ഷേപ്പ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഇതിൻ്റെയൊക്കെ ബേസിസിൽ എന്ത് ചെയ്യുക, തരംതിരിച്ച് സൂക്ഷിച്ച് വെക്കുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് എ പ്ലേസ് ഫോർ കീപ്പിംഗ് ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് അലോട്ട് എ ബിൻ or shelf and a separate number for each component of material for easy identification. അതിനുശേഷം എന്ത് ചെയ്യുക, ഫൈൻഡ് എ പ്ലേസ് ഫോർ കീപ്പിംഗ് ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലും കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരിയായ സ്ഥലം കണ്ടെത്തുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം, ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, ഈ ഒരു സ്റ്റോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലേ ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓരോ ഷെൽഫ്, അതിനെ വീണ്ടും സ്മാൾ പാർട്ടാക്കി ബിന്നുകളാക്കുക, ആ ഓരോ ബിന്നിലും ഓരോരോ മെറ്റീരിയൽസ് വെക്കുക എന്നൊക്കെ. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് നമ്മൾ ഓരോ മെറ്റീരിയലിനും എന്ത് ചെയ്യുക, ഓരോ ബിന്ന് അല്ലെങ്കിൽ ഷെൽഫ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്പർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഓഫ് മെറ്റീരിയൽ ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ. ഓരോ മെറ്റീരിയലും പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോന്നിനും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കുക. Then fix the different stock level and ensure that the quantity of materials do not go below or beyond that level. അതുപോലെ തന്നെ fix the different stock level. അതായത് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസ്, ഇപ്പോൾ റോ മെറ്റീരിയൽസുകൾ കൃത്യമായിട്ട് ഒരു സ്റ്റോക്ക് ലെവൽ വെക്കുക. അതായത് ആ ഒരു ലെവലിന് താഴേക്കാണ് ആ ഗുഡ്സ് പോകുന്നതെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആരെ അറിയിക്കുക, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാം. കാരണം ഇത് തീർന്നു പോയാൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കും, ഡിലേ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓരോ റോ മെറ്റീരിയൽസിനും ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പം നമ്മൾ ഒരു മിനിമം ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ട് വീണ്ടും ആ റോ മെറ്റീരിയൽസ് വാങ്ങി വെക്കുക. അത് ഒരുപാട് അങ്ങ് താഴോട്ട് നമുക്ക് ലെവൽസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അത് ഡേഞ്ചർ ലെവലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പം നമ്മളൊരു ലെവൽ വെക്കുക. ഈ ലെവൽ മെറ്റീരിയൽസ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അത് നമ്മൾ ഇൻഫോം ചെയ്തിട്ട് മെറ്റീരിയൽസ് വീണ്ടും വാങ്ങി വെക്കുക. അപ്പോൾ അത് ആരുടെ ജോലിയാണ്? കാരണം ഈ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ ഗുഡ്സിന്റെ കാര്യങ്ങൾ അറിയുന്ന ആരാണ്? സ്റ്റോർ കീപ്പറാണ്. അപ്പോൾ അയാളുടെ ഉത്തരവാദിത്തമാണ് ഓരോ ഗുഡ്സും തീരുന്നതിന് മുൻപേ വീണ്ടും അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. അതനുസരിച്ച് സാധനം സ്റ്റോക്ക് ചെയ്ത് വെക്കുക. കാരണം ഇവരാണ് ആർക്ക് എത്തിച്ചു കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്തിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഡക്ഷന് ഡിലേ വരുത്താതെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ ലെവലുകൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഡ്യൂട്ടി ആരുടെയാണ്? സ്റ്റോർസ് കീപ്പറിന്റെ ആണ്. അതുപോലെ തന്നെ മറ്റൊരിത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ സ്റ്റോർസ് റെക്കോർഡ്. നമ്മുടെ സ്റ്റോർസ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ബിൻ കാർഡ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ആൻഡ് മേക്ക് എൻട്രീസ് ആഫ്റ്റർ എവറി റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ. അതായത് നമ്മൾ ഓരോ മെറ്റീരിയലിനും ഓരോ ബിൻ കാർഡ് കൊടുക്കും. കാരണം നമ്മൾ ഈ പറഞ്ഞ ആ ബിൻ കാർഡിനകത്ത് എത്ര മെറ്റീരിയൽ കൊണ്ടിട്ടു, കാരണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു കാർഡ് വെക്കും. അതായത് എത്ര മെറ്റീരിയൽ ഇങ്ങോട്ട് വന്നു അല്ലെ, ആ ഒരു ഇതിനകത്തോട്ട് എത്ര ഇട്ടു, അതപ്പോൾ ഉടനെ അത് റെക്കോർഡ് ചെയ്യുക. ഇതിൽ നിന്ന് എത്ര മെറ്റീരിയൽ എടുത്തു, ഉടനെ അത് റെക്കോർഡ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ബാലൻസ് എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരിയായ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇഷ്യൂ മെറ്റീരിയൽസ് ഓൺലി ഓൺ റെസിപ്റ്റ് ഓഫ് എ പ്രോപ്പർ സൈൻഡ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. ആര് വന്ന് ചോദിച്ചാലും ഈ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാതെ പ്രോപ്പറായിട്ട് സൈൻ ചെയ്ത മെറ്റീരിയൽ റിക്വസിറ്റ്സ് നോട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ സ്റ്റോറിൽ നിന്നും എന്ത് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ? മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ചില മാൽ പ്രാക്ടീസസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാം? അപ്പം തെളിയിക്കാൻ പറ്റാതായിപ്പോകും. അപ്പം കൃത്യമായിട്ട് ഈ ഒരു മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടിനത് സൈൻ ചെയ്തിട്ടുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം എന്ത് കൊടുക്കാം? ഇവിടെ നിന്ന് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുക. അത് അല്ലെങ്കിൽ പിന്നീട് ഇയാൾ നിരപരാധി ആണെങ്കിൽ പോലും ഇയാൾക്കും പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ടേക്ക് ദ നെസസറി സ്റ്റെപ്സ് ടു ഗെറ്റ് ഫ്രഷ് ഡെലിവറി ഓഫ് മെറ്റീരിയൽസ് വെൻ ഇറ്റ് റീച്ചസ് റീ ഓർഡർ ലെവൽ. അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കുന്നത്? നല്ല ഫ്രഷ് മെറ്റീരിയൽസ് ഫ്രഷ് ആയിട്ട് തന്നെ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്സുകൾ എടുക്കുക. വെൻ ഇറ്റ് റീച്ചസ് റീ ഓർഡർ ലെവൽ. ഇത് റീ ഓർഡർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ, അതായത് നമുക്ക്
നേരത്തെ പറഞ്ഞല്ലോ, സാധനങ്ങളൊക്കെ തീരുന്നതിന് മുൻപേ ആരെ അറിയിക്കണം? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. എന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വീണ്ടും സാധനങ്ങൾ വേണ്ടുന്നതിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുന്നതിന് വേണ്ടി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓരോ ലെവൽ എത്ര എത്തി എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും പുതിയ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി പറയുന്ന ലോസ് ഡ്യൂ ടു ഇവാപ്പറേഷൻ, തെഫ്റ്റ്, ലീക്കേജ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ദ മിനിമം. ഇനി നമ്മൾ ചില മെറ്റീരിയൽസിൻ്റെ നേച്ചർ അനുസരിച്ച് ഇവാപ്പറേഷനിലൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെഫ്റ്റ് അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ സംഭവിച്ച് ഗുഡ്സ് നഷ്ടപ്പെടാം. ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. ചിലതൊക്കെ ഇൻഹെറിൻ്റ് ആണ് അല്ലേ, അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ നേച്ചർ അനുസരിച്ച് സംഭവിക്കും. പക്ഷെ എന്നിരുന്നാലും അതിനെയൊക്കെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള ഒരു ബാധ്യസ്ഥത ആർക്കുണ്ട്? സ്റ്റോർ കീപ്പറിന് ഉണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോർ കീപ്പറിൻ്റെ ഡ്യൂട്ടീസ്. അത് ചോദിക്കാൻ കൊള്ളാൻ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മസ്റ്റായിട്ടും ആ ഒരു മൊത്തം 8 പോയിന്റ് പറഞ്ഞത്. ആ 8 പോയിന്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ പറയുന്ന സ്റ്റോർ കീപ്പറും അതുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് ഒക്കെ. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇനി അടുത്ത ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.